ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. 153 കിലോഗ്രാം ചന്ദനവുമായി രണ്ടുപേർ വനം വകുപ്പിന്റെ പിടിയിൽ. വല്ലപ്പുഴ ചൂരക്കോട് വഴിയിൽ വീട്ടിൽ ഹംസപ്പ, ചൂരക്കോട് നെല്ലിശ്ശേരി അബ്ദുൾ അസീസ് എന്നിവരെയാണ് വനം വകുപ്പ് പിടികൂടിയത്. ഹംസപ്പയുടെ വീടിന് പുറകിൽ ചന്ദനം ചെത്തിയെടുക്കുന്നതിനിടെ ഇരുവരെയും പിടികൂടുകയായിരുന്നു. ഇവർ ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഗൂഡ്സ് ഓട്ടോറിക്ഷയും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ വല്ലാർപാട് ഭാഗത്തു നിന്നുമാണ് ചന്ദനം മുറിച്ചു കൊണ്ടുവന്നതെന്നാണ് ഇവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണോ വനം വകുപ്പിൻ്റെ സ്ഥലത്തു നിന്നാണോ ചന്ദനം മുറിച്ചതെന്ന് പരിശോധിക്കുകയാണെന്ന് റേഞ്ച് ഓഫീസർ KP ജിനേഷ് പറഞ്ഞു. ഹംസപ്പ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിന്റെ പുറകിലായി അബ്ദുൾ അസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവും സുഹൃത്തുമായ മറ്റൊരു പ്രതിയും രണ്ടുപേരും ചന്ദനം ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചന്ദനവും അവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. തൃശ്ശൂർ ജില്ലയുടെ വെള്ളാർക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുമാണ് ചന്ദനം മുറിച്ചത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്തു വരുമ്പോൾ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് അവർ മുറിച്ചിട്ടുണ്ടോ എന്നും മറ്റ് കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളതും നമുക്കറിയാൻ കഴിയും. കൂടുതൽ പ്രതികളുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ബുധനാഴ്ച രാവിലെ 11ഓടെയാണ് വനം വകുപ്പ് ഇവരെ പിടികൂടിയത്. വനം വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് സംശയിക്കുന്നതായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റേഞ്ച് ഓഫീസർക്ക് പുറമെ സെക്ഷൻ ഓഫീസർമാരായ MK ഗിരീഷ്, B സജയകുമാർ, ET അയ്യൂബ്, S വിനോദ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. മാസങ്ങൾക്ക് മുമ്പും ചൂരക്കോടിന് സമീപത്തെ മരുതൂരിൽ നിന്നും 2 പേരെ വനം വകുപ്പ് പിടികൂടിയിരുന്നു. വല്ലപ്പുഴ, ചൂരക്കോട്, മരുതൂർ മേഖലയിൽ ചന്ദനം മുറിച്ചു കടത്തി വിൽപ്പന നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പിന് ലഭിക്കുന്ന വിവരം.